ഞങ്ങള് അൽമുദാമിലെ ഗോസ്റ്റ് വില്ലേജ് തപ്പി ഏതോ ഗുദാവിലെത്തി. ഗുദാവിന്ന് തിരിച്ച് ഞങ്ങള് അൽമദാം ലക്ഷ്യമാക്കി പോവുകയാണ്. ഫുള്ള് വിജനമായിട്ടുള്ള റോഡും സ്ഥലവുമാണ്. പക്ഷെ ഒരു രക്ഷയില്ലാത്ത വ്യൂസ് ആണ് കേട്ടോ. കിടിലൻ വ്യൂസുകളാണ്. നമുക്ക് ചോദിച്ചു പോയാലോ? ഞങ്ങളങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് നോക്കിയപ്പോൾ മുന്നോട്ട് വഴിയൊന്നും കാണുന്നില്ല. അയ്യോ, അങ്ങനെ പെട്ടിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ ഫൈനലി നമ്മൾ എവിടെയാണ്? നമ്മുടെ ഗോസ്റ്റ് വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവസാനം വഴിയൊക്കെ തെറ്റി ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഷാർജയിലാണ്. അൽമദാം ഏരിയയിലാണ് ഈ സംഭവം ഉള്ളത്. കാണാൻ താല്പര്യമുള്ളവരൊക്കെ വന്ന് കാണുക. 1970-80 കാലഘട്ടത്തിൽ ഇവിടുത്തെ ലോക്കൽസിന് വേണ്ടിയിട്ട് അവർക്ക് താമസിക്കാനായിട്ട് പണിത ഒരു കുറേ ഒരു ബിൽഡിങ്ങുകളാണ്. ഇതിനകത്തൊരു പള്ളിയുണ്ട്, പിന്നെ കുറേ താമസിക്കാനുള്ള വീടുകളുണ്ട്. പക്ഷേ എന്തിൻ്റെയൊക്കെയോ പ്രോബ്ലംസിൽ പിന്നെ അത് താമസിക്കാൻ പറ്റാതെയായി. ഇപ്പോൾ അത് വിജനമായിട്ട് കിടക്കുകയാണ്. അതിൻ്റെ പിന്നിൽ കുറേ സ്റ്റോറീസൊക്കെ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് റിയലായിട്ട് അറിയില്ല. എന്തായാലും രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെയാണ് ഇതിൻ്റെ പ്രവേശനം ഉള്ളത്. ചിലപ്പം ഇതിൻ്റെ പേര് ഗോസ്റ്റ് ഹൗസ് എന്നായതുകൊണ്ട് നമ്മളെപ്പോലുള്ളവരൊക്കെ വൈകിട്ട് വന്ന് ഇതിനകത്തുള്ള ഗോസ്റ്റിന് വെറുതെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കണ്ടല്ലോ എന്നോർത്തായിരിക്കും ചിലപ്പോൾ. എനിവേ, നമ്മുടെ ഗോസ്റ്റ് ഹൗസിൻ്റെ വീഡിയോകൾ ഇനി നമുക്ക് കാണാം. ഈ കാണുന്നതൊക്കെയാണ് ഇതിൻ്റെ ഇതുകൊണ്ടോ, ബിൽഡിങ്ങിൻ്റെ ടോപ്പ് വരെ മണലെല്ലാം കയറി ഇതായിട്ടിരിക്കുകയാണ്. ഓ, ഇവിടെയും നല്ല സൂപ്പർ മണലാണ്. നടക്കാനൊക്കെ ഭയങ്കര പാടാട്ടോ. ഒരു മനുഷ്യല്ല കേട്ടോ ഈ ഏരിയയിലൊന്നും. അടുത്തൊന്നും ഒരു മനുഷ്യനില്ല. ഇതിൻ്റെ എൻട്രൻസിൽ ഒരു സെക്യൂരിറ്റി സ്റ്റാഫ് ഇരിപ്പുണ്ട്, അല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല. '70-80 കാലഘട്ടത്തിൽ പണിപ്പിച്ചതാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതുകൊണ്ടോ ഫുള്ള് ഉള്ളിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. ബിൽഡിങ്ങിൻ്റെ ഒരു ഹാഫോളം മണലൊക്കെ വന്ന് നിറഞ്ഞിരിക്കും കേട്ടോ. അയ്യോ, എന്താണിത്? ആൾക്കാരൊക്കെ വന്നത് ഇങ്ങനെ ഭിത്തിയിലൊക്കെ എഴുതി വെച്ചോ. വളരെ മോശം പരിപാടിയാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ഔട്ട് സൈഡിൽ എനിക്കാണ് അവരൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. വാളിലൊക്കെ എഴുതുന്നത് പ്രൊഹിബിറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശം. കുറേ അറബിയിലൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നൊക്കെ എഴുതി വെച്ചിരിക്കണം. പകുതിയോളം മണലൊക്കെ കയറി മൊത്തം നശിച്ചു. ഈ മണലെല്ലാം കയറി കിടക്കുന്നതാണ്. നടക്കാൻ ഭയങ്കര പാടാണ്. ഇത് ടെൻ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. ഇതുകൊണ്ട് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് എൻ്റെ അടുത്ത്. ഇതൊക്കെ ശരിക്കും വീടാണോ അതോ വേറെ എന്തെങ്കിലും ആണോ? ഇത് വീട് പോലെ തോന്നുന്നില്ലല്ലോ കണ്ടിട്ട്.
നടക്കാനാണ് ഒരു രക്ഷയില്ല കേട്ടോ. അയ്യോ, എല്ലായിടത്തും ഇങ്ങനെ മണൽ കയറി കിടക്കുവാണ്. വാളിലൊക്കെ എഴുതുന്നതുകൊണ്ട് അവർ നല്ല ചാക്കൊക്കെ എടുത്തിട്ട് വെച്ചേക്കുക. എന്തായാലും ഇതൊക്കെ ഭയങ്കര മോശമാണ്. മലയാളികളൊക്കെ മോഹൻ എന്തൊക്കെയോ പേര്, വളരെ മോശം. ആ വീടിൻ്റെ ഓൾമോസ്റ്റ് മൊത്തം തന്നെ മണൽ കൊണ്ട് മൂടി. ശരിക്കും ഇത് എന്താണ്, ഇതിൻ്റെ പിന്നിലെ റിയൽ സ്റ്റോറി എന്താണെന്ന് നമുക്കറിയില്ല. എനിവേ ഇതിപ്പോൾ കണ്ടപ്പം മനസ്സിലായി ആൾക്കാർക്ക് ഒട്ടും യോഗ്യമല്ലാത്ത ഒരു സ്ഥലമാണെന്ന് തോന്നുന്നത്. ഒരു പള്ളിയുണ്ട്, ആ പള്ളി ഇപ്പം ഉപയോഗിക്കാൻ മേലാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. ഇച്ചിരി രാത്രിയിലായിരുന്നെങ്കിൽ ഒരു പ്രേതപ്പാട്ടൊക്കെ പാടായിരുന്നു. ഇതിനകത്തേക്ക് പെർമിഷൻ അല്ലെന്ന് തോന്നുന്നു കേട്ടോ, കാരണം അത് മറ്റേ പള്ളിക്കകത്ത് ഇതവർ ഇല്ല, വേലിയൊക്കെ കെട്ടി അവർ തിരിച്ചു വെച്ചേക്കും. എവിടെ? ഇത് ഓപ്പൺ ആണല്ലോ, ശരിയാ, സോറി. ഞാൻ ഓർത്തത് ക്ലോസ് ചെയ്തിട്ടേക്കുവാന്ന് ഓർത്താണ്. തുറന്നിട്ടേക്കുവാണ്. ഓക്കെ, ഇതുണ്ടോ, പള്ളിയെല്ലാം പോയി. ഇതെല്ലാം ഉപയോഗം ആൾക്കാർ വരച്ചതാണോ അതോ പണ്ട് ഉണ്ടായിരുന്നാണോന്ന് അറിയില്ല. ചെടിയെല്ലാം പിടിച്ച് കാടൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഈ ഒരു ഇതിന് ചുറ്റുമുള്ള പ്രദേശം കേട്ടോ ശരിക്കും വളരെ വിജനമായിട്ട്, അടുത്തൊന്നും ഒന്നുമില്ല. നമുക്ക് മറ്റുള്ള ബിൽഡിങ്ങുകളും കൂടെ കാണാം. ഓൾമോസ്റ്റ് ബിൽഡിങ്ങിൻ്റെ ടോപ്പ് വരെ മണലായതുകൊണ്ടോ ഒരു രക്ഷയില്ലാതെ കംപ്ലീറ്റ് മണൽ കയറി. ഉള്ളിൽ നമ്മൾ കയറി നോക്കാം എന്താ സംഭവം. ശരിക്കും പേടിപ്പെടുത്തുന്നതാണ്. അയ്യോ, ഇതെന്താണ്? ഇതൊരു പിക്ചറൊക്കെ കുറച്ച് ഇതാരെങ്കിലും മറിച്ചതാണെന്ന് തോന്നുന്നത്. ഇവിടെ നേരത്തെ ഉള്ളതായിട്ട് തോന്നുന്നില്ല. എൻ്റെ പൊന്നെ, കുറേ ഗ്ലാസ്സും ഒക്കെ പൊട്ടിക്കിടപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ അകത്തേക്ക് കയറുന്നില്ല. എന്താ പറയുക, വാഷ്റൂമിൻ്റെ ആണോ?
ഒരു ഹാഫോളം എല്ലാം വന്ന് മണലെല്ലാം കൊണ്ട് മൂടി മൊത്തം നശിച്ചു. ഇതിനപ്പുറത്തെ ബിൽഡിംഗ് ആണ്. എനിക്ക് ബിൽഡിംഗ് ഫുള്ള് മണൽ കൊണ്ട് മൂടി കിടക്കുവാണ്. ഇതുണ്ടോ, മേളിലേക്ക് കയറുക ഇച്ചിരി പണിയാണ്. എൻ്റെ പൊന്നെ, കഠിനം കഠിനം. അയ്യോ, കടോൽക്കതിനോ? ഇത് കണ്ടോ, ബിൽഡിങ് മൊത്തം തന്നെ മൂടി ഫുള്ള്. അടിപൊളി. ഇവിടെ നിന്നിട്ടുള്ള ഇതുണ്ടോ, ഫുള്ള് ബിൽഡിങ്ങും മൊത്തം ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. ഈ സൈഡിലുള്ള ബിൽഡിങ്ങുകളെല്ലാം ഓൾമോസ്റ്റ് തന്നെ എല്ലാം മൂടി. അടിപൊളി. അവിടെ നോക്കിയോ, ഫുള്ള് കംപ്ലീറ്റ് ഒന്നുമില്ല. ഫുള്ള് അതിൻ്റെ ബാക്ക് സൈഡ് നോക്കിയോ, കംപ്ലീറ്റ് വിജനമായിട്ട് കിടക്കുക. ഈ ഒരു സൈഡിലാണ് എനിക്കാണ് കൂടുതലും ആൾക്കാരൊക്കെ താമസിക്കുന്നത്. എൻ്റെ ബാക്കിലൊക്കെ ആൾക്കാർ. ഇത് ശരിക്കും ഒരു അൽമുദാമിൽ നിന്ന് അലൈൻ റോഡിലേക്ക് പോകുന്ന വഴിക്ക് ഇൻഡസ്ട്രിയൽ ഏരിയക്കകത്തൊക്കെ കയറി ആ ഇൻഡസ്ട്രിയൽ ഏരിയയുടെ റോഡ് തീരുന്ന അവിടെ തന്നെയാണ്. അപ്പം ഏത് വണ്ടിയും ഇവിടം വരെ എത്തും. ഐ മീൻ SUV വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈവനിങ്ങിലൊക്കെ വരുവാണെങ്കിൽ, ക്യാമ്പിങ് അലൗഡ് ആണോ എന്ന് എനിക്കറിയില്ല. ഈവനിങ്ങിലൊക്കെ വരുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല വൈബായിരിക്കും. പക്ഷേ ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്രയ്ക്ക് അങ്ങ് ക്യാമ്പിങ് ഒക്കെ അലൗഡ് ആണെങ്കിൽ കുറച്ചുകൂടെ രസമുണ്ടായിരുന്നു. സൂക്ഷിച്ചിറങ്ങണേ. ഒരു എന്താണ് പറയുന്നത്, ഒരു ബിൽഡിങ്ങിനകത്തേക്ക് കയറുന്ന എൻട്രൻസ് ആണെന്ന് തോന്നുന്നത്. അതിൻ്റെ മേള് വരെ മണൽ കയറിയേക്കോ. എനിവേ ഈ സമയത്ത് വന്നുകൊണ്ടാണോ എന്നറിയില്ല, പ്രത്യേകിച്ച് ഗോസ്റ്റിനൊന്നും കാണാൻ പറ്റിയില്ല. അത്യാവശ്യം നല്ല രീതിയിൽ പണിതൊരു വീടാന്ന് തോന്നുന്നത്. മുകളിലൊക്കെ ചെറിയ ഡിസൈനൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നെ, മേള് വരെ മണൽ കയറി കിടക്കുക. ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ചുമ്മാ ആൾക്കാർ വന്ന് എല്ലാം എഴുതി വെച്ച് നശിപ്പിച്ച്. നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു കുറച്ചുകൂടെയൊക്കെ നമ്മൾ റെസ്പോൺസിബിൾ ആകുക. അതായത് ഇത് കണ്ടോ, കുടിച്ചിട്ട് ക്യാനൊക്കെ ഇവിടെ വയ്ക്കുക. കാരണം ഈ ഒരു രാജ്യം അത്രമാത്രം എല്ലാ കാര്യങ്ങൾക്കും നീറ്റ് ആൻഡ് ക്ലീനാണ്. ഇവൻ നമ്മൾ റോഡിലൊക്കെ പോയാൽ പോലും അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെയൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. എൻ്റെ വീടിനകത്തേക്ക് കയറാൻ പോലും അല്ല. അയ്യോ,
പേടിയാവുന്നതിനകത്ത്. ബിൽഡിങ്ങിൻ്റെ ടോപ്പ് വരെ ഇതുകൊണ്ടാ, ടോപ്പ് വരെ മണലാണ്. ഇറങ്ങി പോകുന്നത് ഇങ്ങനെ വേണം, കുനിഞ്ഞിറങ്ങാൻ. അയ്യോ, ഇതൊക്കെയാണ് അൽമുദാമിലെ ഗോസ്റ്റ് വില്ലേജ്. അപ്പം നമ്മുടെ ഗോസ്റ്റ് ഹൗസ് കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.